Hi students, in this lecture video we are going to start the next topic of module 5, that is polymorphism. Okay, so polymorphism means is the ability of one object to be treated and used like any other objects, or നമ്മൾ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ it can take many forms depending upon the context. അപ്പം ഒരു ഒബ്ജക്റ്റിനെ തന്നെ നമുക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് വി ക്യാൻ ട്രീറ്റ് ആസ് ഡിഫറെൻറ്റ്, അതിന് പലതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പോളിമോർഫിസം ഇസ് ദ എബിലിറ്റി ഓഫ് വൺ ഒബ്ജക്റ്റ് ടു ബി ട്രീറ്റഡ് ആൻഡ് യൂസ്ഡ് ലൈക്ക് അനദർ ഒബ്ജക്ട്സ്. ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് ഒബ്ജക്ട്സ്. ഇവിടെ പോളിമോർഫിസത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. എ ഡോർ ഈസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് നീഡ്സ് ടു ബി ഓപ്പൺഡ് ഓർ ക്ലോസ്ഡ്, ബട്ട് ആൻ ഓപ്പൺ പ്രൊസീജിയർ വർക്ക്സ് ഡിഫറെൻ്റ്ലി ഓൺ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. സോ ഡോർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ഒബ്ജക്റ്റാണ്. നമ്മൾ ഒന്നുകിൽ ഡോർ എന്ത് ചെയ്യും, വി ക്യാൻ ഐദർ ഓപ്പൺ ദി ഡോർ ഓർ വി ക്യാൻ ക്ലോസ് ദി ഡോർ. ഓക്കെ, ഇപ്പം ഓപ്പൺ എന്ന് പറയുന്നത് തന്നെ നമ്മൾ കോണ്ടെക്സ്റ്റ് മാറിയാലും ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ആർ ജസ്റ്റ് ഓപ്പണിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എ ഡോർ, അതൊരു പെർട്ടിക്കുലർ പ്രൊസീജിയർ. ഓപ്പൺ എ ഡോർ, ഓപ്പൺ എ ഡ്രോയർ ഓപ്പൺ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് മീൻസ് അവിടെ എന്താണ്, അവിടെയും ഓപ്പൺ എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ കോണ്ടെക്സ്റ്റ് വേറെയാണ്. വി ആർ ഓപ്പണിങ് എ ബാങ്ക് അക്കൗണ്ട്. ദെൻ ഓപ്പൺ എ ഫയൽ, ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓപ്പൺ എന്നാണ് പറയുന്നതെങ്കിലും ഓരോന്നിൻ്റെയും പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ടേംഡ് ആസ് പോളിമോർഫിസം. വൺ ഓപ്പൺ പ്രൊസീജിയർ ക്യാൻ ഓപ്പൺ എനിത്തിങ് ഇഫ് ഇറ്റ് ഗെറ്റ്സ് ദി കറക്റ്റ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഓപ്പൺ എന്ന് പറയുന്ന പ്രൊസീജിയറിന് ഇറ്റ് ക്യാൻ ഓപ്പൺ എനിത്തിങ്, പക്ഷേ ആ ഓപ്പണിന് കറക്റ്റായിട്ടുള്ള എന്ത് കിട്ടണം, ആർഗ്യുമെൻറ്റ്സ് കിട്ടണം. ഓക്കെ, അപ്പം വെറും ഓപ്പൺ എന്ന് പറഞ്ഞിട്ടില്ല. ഓപ്പൺ ഡോർ എന്ന് പറഞ്ഞാൽ മീൻസ് വി ആർ ഓപ്പണിങ് ദി ഡോർ. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ആർ ഓപ്പണിങ് എ account in the bank. Open a file means what, we are opening a file. Okay, open your eyes means we are opening our eyes. Okay, so depending upon the arguments we are passing, open may take different forms. Okay, so polymorphism means one name many forms. We have only one name but it take different forms depending upon its arguments. One function behave different forms. Many forms of a single object is called a polymorphism. Many form of a single object, ഒരു സിംഗിൾ ഒബ്ജക്റ്റിൻ്റെ തന്നെ മെനി ഫോംസ് വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്, പോളിമോർഫിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അവർ മൊബൈൽ ഫോൺ, വൺ നെയിം. മൊബൈൽ ഫോൺ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും അത് നമ്മൾ എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യും, ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ഫോൺ, ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ക്യാമറ, ആൻ MP3 പ്ലെയർ, എ റേഡിയോ, എക്സെട്ര. സോ ഇറ്റ്സ് എ മൊബൈൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോളിമോർഫിക് ഒബ്ജക്റ്റ്. Polymorphism could be static and dynamic or both. Method overloading is static polymorphism while method overriding is dynamic polymorphism. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റാറ്റിക് പോളിമോർഫിസം ആൻഡ് മെത്തേഡ് ഓവർ റൈഡിങ് ഇസ് ഡൈനാമിക് പോളിമോർഫിസം. വാട്ട് യു മീൻ ബൈ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്? സ്റ്റാറ്റിക് മീൻസ് we will determine at compile time. Dynamic means what, we will determine at run time. Okay, now we have to differentiate what is meant by overloading and overriding. Overloading in simple word means more than one method having the same method name that behave differently based on the argument passed while calling the method. This called static because which method to be invoked is decided at the time of compilation. ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫങ്ഷൻ നെയിം സെയിം ആയിരിക്കും, പക്ഷേ ഒരു സെയിം നെയിമിൽ തന്നെ ഒരു പ്രോഗ്രാമിനകത്ത് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് വരിക. ഫോർ എക്സാമ്പിൾ ആഡ് എന്ന് പറഞ്ഞൊരു ഫങ്ഷനുണ്ട്. അപ്പോൾ ആഡ് എന്ന് പറയുന്നൊരു ഒരു 3 ഫങ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ആഡ് എന്ന് പറഞ്ഞ ഫങ്ഷനകത്ത് ഐ എം പാസിങ് 2 ആർഗ്യുമെൻറ്റ്സ്. ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ആഡ് ഐ എം പാസിങ് 3 ആർഗ്യുമെൻറ്റ്സ്. ഇൻ ദ കേസ് ഓഫ് തേർഡ് ഐ എം പാസിങ് 4 ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇപ്പോൾ എനിക്ക് 3 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ളൊരു കോഡ് വന്നു. അപ്പോൾ ഡയറക്റ്റ്ലി എൻ്റെ ഫങ്ഷൻ കോൾ എങ്ങോട്ടും ഈ 3 നമ്പേഴ്സിനെ, കാരണം 3 ആഡും 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണെങ്കിലും 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണെങ്കിലും 4 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനും ഐ ഹാവ് യൂസ് ദി സെയിം നെയിം.
സെയിം എല്ലാവർക്കും ഞാൻ ആഡ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആദ്യത്തേതിനകത്ത് 2 ആർഗ്യുമെൻറ്റ്സ് ഇൻറ്റ് എ ഇൻറ്റ് ബി, രണ്ടാമത്തെ ആഡിൽ ഇൻറ്റ് എ ഇൻറ്റ് ബി ഇൻറ്റ് സി, മൂന്നാമത്തേനകത്ത് ഇൻറ്റ് എ ഇൻറ്റ് ബി ഇൻറ്റ് സി. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് വി വിൽ സെലക്ട് ദി എന്താണ് അപ്രോപ്രിയേറ്റ് ഫങ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഓവർലോഡിങ്. അതേപോലെ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ തന്നെ അത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യും. ഇപ്പോൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത ടൈമിൽ ഞാനൊരു ആഡ് 2,3 കണ്ടു. അപ്പോൾ ഡയറക്റ്റ്ലി എൻ്റെ കൺട്രോൾ മീൻസ് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഡയറക്റ്റ്ലി എങ്ങോട്ട് പോകും? ആഡ് ഇൻറ്റ് എ ഇൻറ്റ് ബിയുടെ ഡെഫിനിഷൻ എവിടെയാണോ അവിടോട്ട് പോകും. ഓക്കെ, ഇറ്റ് ഈസ് ടെംഡ് ആസ് ഓവർലോഡിങ്. ഇനി ഓവർ റൈഡിങ് മീൻസ് എ ഡിറൈവ്ഡ് ക്ലാസ് ഇസ് ഇംപ്ലിമെൻറ്റിംഗ് എ മെത്തേഡ് ഓഫ് ഇറ്റ് സൂപ്പർ ക്ലാസ്. The call to override method is resolved at runtime, thus called runtime or dynamic polymorphism. Overriding എന്ന് പറയുമ്പോഴത്തേക്ക് we have already discussed what is base class, what is derived class. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. And we have already studied that both of these class may have the function with the same name. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, I have a super class termed നാച്ചുറൽ നമ്പർ. എൻ്റെ ഒരു സൂപ്പർ ക്ലാസ്സിൻ്റെ പേര് നാച്ചുറൽ നമ്പർ. ദെൻ അതിനകത്ത് ഞാനൊരു ഡിറൈവ്ഡ് ക്ലാസ് എടുക്കുകയാണ്, ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിറൈവ്ഡ് ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തു. ഓക്കെ, ഇനി എൻ്റെ സൂപ്പർ ക്ലാസ്സിൽ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സിമിലർലി ഇതിനകത്തും ഡിറൈവ്ഡ് വാട്ട് ഇസ് നെയിം ഓഫ് ദ ഡിറൈവ്ഡ് ക്ലാസ് ഈവൻ നമ്പേഴ്സ്, അതിനകത്തും ഞാൻ എന്ത് ചെയ്യാണ്, ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ റൈറ്റ് ചെയ്യാണ്. അങ്ങനെ പറ്റും, ഇറ്റ് ഈസ് പോസിബിൾ. ഇനി ഈ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് അവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ വിച്ച് ഫംഗ്ഷൻ വെദർ ദ ആഡ് ഓഫ് ഡിറൈവ്ഡ് ക്ലാസ് ഓർ ആഡ് ഓഫ് ബേസ് ക്ലാസ് വിൽ വർക്ക്സ്. ഞാൻ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നും കൊണ്ടാണ് വിളിക്കുന്നതെങ്കിൽ ആക്ച്വലി ഏത് തന്നെ വർക്ക് ചെയ്യും, ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ആഡ് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടെംഡ് ആസ് ഓവർ റൈഡിങ്. ദാറ്റ് ഈസ് ദ ഡിറൈവ്ഡ് ക്ലാസ് ഫംഗ്ഷൻ ഈസ് ഓവർ റൈഡിങ് ദി ബേസ് ക്ലാസ്. ബേസ് ക്ലാസ്സിൻ്റെ ആഡ് അവിടെ ഇരിക്കട്ടെ, ബട്ട് ആക്ച്വലി ഇപ്പോൾ എന്താണ് റൺ ചെയ്യാൻ പോകുന്നത്, ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചും കൊണ്ട് നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ആഡിനെ വർക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ടെംഡ് ആസ് ഓവർ റൈഡിങ് ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ദാറ്റ് ഡ്യൂറിങ് ഡൈനാമിക്കലി അല്ലെങ്കിൽ റൺ ടൈം. ഓക്കെ, ഇറ്റ് ഈസ് ടെംഡ് ആസ് റൺ ടൈം പോളിമോർഫിസം ഓർ ഡൈനാമിക് പോളിമോർഫിസം. Now, in method overriding, the child parent can use the OOPS polymorphism concept to override a method of its parent class. That allows a programmer to use one method in different way depending on whether it is invoked by an object of the parent class or by an object of the child class. If you are invoking a function which is having same name in both in derived class and base class, and if you are invoking use an object of ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഇൻവോക്ക് ചെയ്യുന്നതെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തുള്ള ഫംഗ്ഷനായിരിക്കും ആക്റ്റീവ് ആകുന്നത്. ഇഫ് ഐ എം ഇൻവോക്കിംഗ് യൂസിങ് ഒബ്ജക്റ്റ് ഓഫ് ബേസ് ക്ലാസ്, അങ്ങനെയാണെങ്കിൽ എവിടുത്തെ ആയിരിക്കും ആക്റ്റീവ് ആകുന്നത്, ബേസ് ക്ലാസ്സിൽ ഫംഗ്ഷനായിരിക്കും ആക്റ്റീവ് ആകുന്നത്. ഇറ്റ് ഈസ് ടെംഡ് ആസ് മെത്തേഡ് ഓവർ റൈഡിങ് ഓർ ഫംഗ്ഷൻ ഓവർ റൈഡിങ്. In method overloading, a single method may perform different functions depending on the context in which it is called. That is, a single method name may works in different way depending on what argument are passed. ഇവിടെ നമ്മൾ നോക്കുന്നത് സെയിം നെയിമാണ്, പക്ഷേ അവർ എടുക്കുന്ന ഇപ്പം വി ആർ ആഡിങ് 2 നമ്പേഴ്സ് ആണെങ്കിൽ ആഡ് ഇൻറ്റ് എ ഇൻറ്റ് ബി. ഇഫ് യു ആർ ആഡിങ് 3 നമ്പേഴ്സ് ആഡ് ഇൻറ്റ് എ ഇൻറ്റ് ബി ഇൻറ്റ് സി. ഇഫ് യു ആർ ആഡിങ് 4 നമ്പേഴ്സ് ഇൻറ്റ് എ ഇൻറ്റ് ബി ഇൻറ്റ് സി ഇൻറ്റ് ഡി. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ദി മീൻസ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ് വെച്ചും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പൈൽ ടൈമിൽ തന്നെ ഫിക്സ് ചെയ്യും. ഇപ്പോൾ എൻ്റെ കോൾ എന്ന് പറയുന്നത് ആഡ് 2 3 4 മീൻസ് വാട്ട്, ഇവിടുത്തെ ആഡ് എത്ര ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും എടുക്കുന്നത്, 3 ആർഗ്യുമെൻറ്റ്സ്. സോ എൻ്റെ ഫങ്ഷൻ കോൾ നേരെ എങ്ങോട്ട് പോകും, ഈ 3 ആർഗ്യുമെൻറ്റ്സിൻ്റെ ഡെഫിനേഷൻ എവിടെയാണോ അങ്ങോട്ട് പോകും. ഓക്കെ, സോ ദിസ് ഇസ് ടെംഡ് ആസ് ഫങ്ഷൻ ഓർ മെത്തേഡ് ഓവർലോഡിങ്. Now we may go through an example for overriding. Okay, here we may have 2 classes, person
person and employee. Okay, so this is the base class because we are extending this person to get the employee. അപ്പം പേഴ്സൺ എന്ന് പറയുന്നതാണ് ബേസ് ക്ലാസ് വിറ്റ് മേ ഹാവ് എ മെമ്പർ ഫംഗ്ഷൻ വാക്ക്. ഓക്കെ, വാക്കിനകത്ത് നമ്മൾ ജസ്റ്റ് ക്യാൻ റൺ എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, നൗ ക്ലാസ് എംപ്ലോയി എക്സ്റ്റെൻസ് പേഴ്സൺ. ഓക്കെ, ദിസ് ക്ലാസ് പുതിയൊരു ക്ലാസ്. സോ എംപ്ലോയി എക്സ്റ്റെൻസ് എന്താണ് പേഴ്സൺ. ഓക്കെ, ദെൻ ഇവിടെയും എന്തുണ്ട്, വാക്ക് എന്ന് പറയുന്ന ഒരു function is just printing running fast. Okay, now നമ്മുടെ main function, that is public static void main. Then I am creating an object of person p is equal to new employee. Means what? Employed ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എംപ്ലോയിയുടെ ഒബ്ജക്റ്റാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പേഴ്സൺ പി ഈസ് ഈക്വൽ ടു ന്യൂ എംപ്ലോയി. ഓക്കെ, ദെൻ പി ഡോട്ട് വാക്ക്. സോ പി ഡോട്ട് വാക്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഏത് വാക്കായിരിക്കും, എംപ്ലോയിഡ് ഒബ്ജക്റ്റിലേക്ക് ക്രിയേറ്റ് ചെയ്തത്. സോ എംപ്ലോയിയുടെ വാക്കായിരിക്കും എനേബിൾ ആകുന്നത്. ഓക്കെ, സോ എ വാക്ക് ഇൻ ദി എംപ്ലോയി. So we have two classes, person and employee. The employee class inherit from the person class by using the keyword extends. Okay, so this employee class is inheriting from person by using the word extends. Here the child class override the parent class. Okay, because both of them are using this same function termed as void, and we are creating an object of the child class, and we are calling the function. Then actually walk function in the derived class may get activated. Okay, this is termed as overriding. Now method overloading. Here we may have a class A, then public it's a constructor. A എന്ന് പറഞ്ഞൊരു constructor ഉണ്ട്. Then A passing a variable index, then മൂന്ന് functions. Okay, first one is F. മൂന്ന് ഫങ്ഷൻസിനും സെയിം തന്നെ നെയിം തന്നെയാണ് എഫ്. ആദ്യത്തെ ഫങ്ഷൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഫ്ലോട്ടെക്സ്, സിംഗിൾ പാരാമീറ്റർ ഉള്ളൂ, ഓഫ് ടൈപ്പ് ഫ്ലോട്ട്. ദെൻ വോയിഡ് ഇൻറ്റെക്സ്, ഹിയർ ഓൾസോ സിംഗിൾ പാരാമീറ്റർ ഓഫ് ദ ടൈപ്പ് ഇൻറ്റ്. ദെൻ വോയിഡ് എഫ് ഇൻറ്റെക്സ് കോൺസ്റ്റ് ആണ്. ഓക്കെ, സോ ഐ ആം റൈറ്റിംഗ് ദ മെയിൻ ഫങ്ഷൻ. ദെൻ എ എന്ന് പറയുമ്പോഴത്തേ ആക്ച്വലി ഐ എം കോളിംഗ് ദി കൺസ്ട്രക്ടർ. ദെൻ കോൺസ്റ്റ് എ വൈ ഓഫ് 5. ദെൻ ഇവിടെ നോക്കൂ, എക്സ് ഡോട്ട് എഫ് ഓഫ് 3.4. സോ ഹിയർ എഫ് ഓഫ് 3.4. അപ്പം മെയിനകത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എയുടെ ഒരു ഒബ്ജക്റ്റ് തണ്ട് എ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹിയർ ക്രിയേറ്റിംഗ് ഒരു ഒബ്ജക്റ്റ് എക്സ്. ദെൻ ആ ഒബ്ജക്റ്റും വെച്ചും കൊണ്ട് ഐ ആം കോളിംഗ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് 3.4. അപ്പം എഫിനകത്തൊരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ. അപ്പോൾ ഏതായിരിക്കും ഇതിനകത്ത് ആക്റ്റീവ് ആകുന്ന, ഫ്ലോട്ട് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും ആക്ടിവേറ്റ് ആകുക. ദറ്റ് ഈസ് കോൾഡ് മെത്തേഡ് 1 കോൾ ചെയ്യും. ദെൻ എക്സ് ഡോട്ട് എഫ് ഓഫ് 3. ഹിയർ എഫിനകത്ത് ഞാൻ പാസ് ചെയ്യുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. സോ ഇറ്റ് വിൽ ആക്ടിവേറ്റ് മെത്തേഡ് 2, ദറ്റ് ഈസ് കോൾഡ് മെത്തേഡ് 2. ദെൻ വൈ ഡോട്ട് എഫ് ഓഫ് 3. ഓക്കെ, ഇവിടെ ഇറ്റ്സ് ഓൾസോ എ ഇൻറ്റിജർ വാല്യൂ വിച്ച് ഇസ് കോൺസ്റ്റൻറ്റ് എന്നൊരു കൺസെപ്റ്റ് എടുക്കുകയാണ്. സോ ഇറ്റ് ഇസ് കോളിംഗ് മെത്തേഡ് 3. നെക്സ്റ്റ് വൈ ഡോട്ട് എഫ് ഓഫ് 4.5. അപ്പം വൈ ഡോട്ട് എഫ് ഓഫ് 4.5 ഇവിടെ എന്താണ് കാണിക്കേണ്ടത്, ഹിയർ ഇറ്റ് ഷോസ് എ എറർ. വൈ? ബിക്കോസ് ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് കാണിച്ചിരിക്കുന്നുണ്ടോ, കോൺസ്റ്റ് എ വൈ ഓഫ് കോൺസ്റ്റ് എ വൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് വൈ എന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, കോൺസ്റ്റ് എയുടെ. ഓക്കെ, അപ്പോൾ ആ വൈ ഡോട്ട് എഫ് പറഞ്ഞപ്പോഴാണ് നേരെ നമ്മുടെ കൺട്രോൾ എങ്ങോട്ട് പോയി. ബിക്കോസ് ഇവിടെ ഒരു ഇൻറ്റിജർ വൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹോൾഡ് എ ഇൻറ്റിജർ വാല്യൂ അതുകൊണ്ട് മെത്തേഡ് 3 കോൾ ചെയ്ത്. ബട്ട് ഇൻ ദിസ് കേസ് വൈ ഡോട്ട് എഫ് ഓഫ് 4.5 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇതിനകത്ത് ഫ്ലോട്ടാണ്, പക്ഷേ ഇവിടെ നമുക്ക് ഇൻറ്റിജർ വാല്യൂ ഉള്ളൂ. അപ്പം ഇവിടെ എന്തില്ല, ഇവിടെ എറർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, so depending on the type of the arguments we are passing, it is passing a floating, so it will activate this one. This is passing a integer, so it's activate this one. Okay, then again I have y object. Okay, so y dot f of x, it's activating this one. In this function does not matches with any of the function definition, so there occurs an error message. Now we are going to deal with constructors and destructors. As we all know, constructor means what? Constructor is a function, okay, which is used to initialize the objects while it is created, after its creation.
In object-oriented languages, it provides some special mechanism to initialize an object automatically at the beginning of its lifetime. This is known as constructor. Once an object is created, then this constructor will automatically get executed for initializing that object. Okay, and it is termed as constructor. The lifetime of an object to be the interval during which it is occupied the space and can thus hold data. ഒരു ഒബ്ജക്റ്റിൻ്റെ ലൈഫ് ടൈം എപ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴാണോ അതിന് മെമ്മറിയിൽ ലൊക്കേഷൻ കിട്ടുന്നത് അന്നേരം മുതൽ ഇറ്റ് മേ സ്റ്റാർട്ട്സ് ഇറ്റ്സ് ലൈഫ് ടൈം. Object-oriented language allows automatic initialization of objects which they are created by the constructors. അപ്പം ആക്ച്വലി ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസിൽ ഒരു ഒബ്ജക്റ്റ് എപ്പോഴാണോ ക്രിയേറ്റ് ആകുന്നത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഗെറ്റ് ഇനിഷ്യലൈസ്ഡ്. ആ ഒരു ഓട്ടോമാറ്റിക് ഇനിഷ്യലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റർ. A few languages provide a similar destructive mechanism to finalize an object automatically at the end of its lifetime. അപ്പം കൺസ്ട്രക്റ്റർ മാത്രമല്ല, സം ഓഫ് ദി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ഓൾസോ പ്രൊവൈഡ് എ ഡിസ്ട്രക്റ്റർ. ഡിസ്ട്രക്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒബ്ജക്റ്റിൻ്റെ യൂസ് കഴിയുമ്പോഴത്തേക്ക് ആ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെത്തേഡാണ് ഡിസ്ട്രക്റ്റർ എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റർ, a special member function having same name as that of its class, which is used to initialize some valid value to the member variables. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സിൻ്റെ സെയിം നെയിമിൽ തന്നെ ആയിരിക്കും കൺസ്ട്രക്റ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പർപ്പസ് എന്ന് പറയുന്നത് ടു ഇനിഷ്യലൈസ് ദി ഒബ്ജക്ട്സ് ഓഫ് ദാറ്റ് ക്ലാസ്. കൺസ്ട്രക്റ്റർ ഷുഡ് ബി ഡിക്ലെയർഡ് ഇൻ ദ പബ്ലിക് സെഷൻസ് ഓഫ് ദി ക്ലാസ്. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ പബ്ലിക് സെഷനിലായിരിക്കും നമ്മൾ ആ ക്ലാസ്സിൻ്റെ കൺസ്ട്രക്റ്റിനെ ഡിക്ലെയർ ചെയ്യുന്നത്. A constructor do not allows the space for an object to initialize the object in the allocated space. A constructor does not allocate the space for an object. അപ്പം ഒരിക്കലും ഒബ്ജക്ട്സിന് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റല്ല. പ്രൊവൈഡഡ് സ്പേസിൽ ഇനിഷ്യലൈസേഷൻ പെർഫോം ചെയ്യുന്ന മാത്രമേ ആര് ചെയ്യുള്ളൂ, കൺസ്ട്രക്റ്റേഴ്സ് ചെയ്യുള്ളൂ. ഓക്കെ, സോ എക്സിക്യൂഷൻ ഓർഡർ ഓഫ് കൺസ്ട്രക്റ്റർ മീൻസ് ആദ്യമേ കൺസ്ട്രക്റ്റർ ഓഫ് ദ ബേസ് ക്ലാസ്, then constructor of the derived class, then constructor of the class itself. Okay, so this is the execution order. These are some of the key points while we are defining the constructor. A constructor has same name as that of the class to which it belongs. കൺസ്ട്രക്ടറിന് എപ്പോഴും ആ ഒരു ക്ലാസ്സിൻ്റെ കൺസ്ട്രക്റ്റ് നമ്മൾ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ക്ലാസ്സിൻ്റെ നെയിം തന്നെ ആയിരിക്കും കൺസ്ട്രക്ടറിന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, A constructor is executed automatically whenever the object is created. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആകും. A constructor doesn't have a return type, not even void. ഒരിക്കലും കൺസ്ട്രക്ടർ എന്ന് പറയുന്ന മെത്തേഡിൽ എന്തുണ്ടാവില്ല, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. We can declare more than one constructor in a class. These constructors differ in their parameter list. ഒരു ക്ലാസ്സിന് നമുക്കൊരു സിംഗിൾ കൺസ്ട്രക്ടർ മാത്രമല്ല മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് ഓരോന്നിനും പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇഫ് യു ഡോണ്ട് പ്രൊവൈഡ് എ കൺസ്ട്രക്ടർ ഓഫ് അവർ ഓൺ ദെൻ ദ കമ്പൈലർ ജനറേറ്റഡ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഇപ്പോൾ യൂസർ ഒരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, കമ്പൈലർ ഓട്ടോമാറ്റിക്കായിട്ടൊരു കൺസ്ട്രക്ടറിനെ റൺ ചെയ്യും. ഇറ്റ് ഈസ് ടെംഡ് ആസ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. A constructor can preferably be used for initializing and not for input-output operations. ആക്ച്വലി നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇനിഷ്യലൈസേഷന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. Smalltalk, EFL, C++, Java and C# all allow more than one constructor for a given class. Okay, all these programming languages allows multiple constructors. In C++, Java and C#, the constructor might be distinguished by their number and type of the arguments. അപ്പം ഈ പറഞ്ഞ ലാംഗ്വേജ് ദാറ്റ് ഇസ് C++, ജാവ ആൻഡ് C# കൺസ്ട്രക്ടേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്തത്, ബൈ ദി ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ദി ആർഗ്യുമെൻറ്റ്സ്. ഇൻ Smalltalk and EFL, different constructors can have different names, code,
that create an object must name a constructor explicitly. Small talk resembles if-else in the use of multiple named constructors. This operator in if-else equivalent to new. C++ൽ നമ്മൾ ന്യൂ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ആഫ്റ്റർ യൂസ് നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. Modular 3 and Oberon provide no constructors at all. The programmer must initialize everything explicitly. ADA 95 support constructors and destructors called initialize and finalize routine. This is the syntax of constructor. Here we have a class and the name of the class is class name. And the public section we will declare a constructor with the name of the class. Classന്റെ നെയിം എന്താണോ ആ നെയിം തന്നെ ആയിരിക്കും നമ്മൾ ആർക്കും കൊടുക്കുന്നത്, constructorന് കൊടുക്കുന്നത്. That is class name then list of parameters. Okay, so this is the constructor and this is the name of the class. Constructors are special form functions which perform the initialization of every object. A compiler calls a constructor whenever an object is created. Object create ആകുമ്പോഴാണ് ആക്ച്വലി കമ്പൈലർ ആരെ കോൾ ചെയ്യുന്നത്, കൺസ്ട്രക്ടേഴ്സിനെ കോൾ ചെയ്യുന്നത്. The constructor initialize value to object members after storage is allocated to the object. For example, class A int x means we are declaring a variable x, and in the public sections I have a constructor A. കണ്ടോ, this is the name of the class is A. അപ്പോൾ ആ നെയിം വെച്ചുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കൺസ്ട്രക്ടർ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. Example in C++. Okay, just നോക്കൂ. Hash include iostream.h, hash include conio.h, then class rectangle, name of the class is rectangle, and in the private sections I have two variables in length and breadth, and the public sections I have created a constructor of rectangle with the same name as that of the class rectangle, and inside it I am assigning the value of length is 5 and breadth is 6. Okay, then again another function int area, then int a equal to length star breadth, then cout area. Okay, then I am closing this area and this class. Now in the main void main rectangle r1, rectangle r1 means we are creating the object of rectangle എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ് r1. ഓക്കെ, അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ എന്താവും, ഓട്ടോമാറ്റിക്കലി ദിസ് കൺസ്ട്രക്ടർ ഗെറ്റ് എക്സിക്യൂട്ടഡ്, ഈ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആകും. അപ്പോൾ ലെങ്ത്തിന് 5 എന്നും വരും, ബ്രെഡ്ത്തിന് 6 എന്നും വരും. ദെൻ r1 ഡോട്ട് ഏരിയ വിത്ത് ദിസ് ഒബ്ജക്റ്റ് ഐ എം കോളിംഗ് ദിസ് ഫംഗ്ഷൻ. ദെൻ ഏരിയ എന്തായിരിക്കും, ഏരിയ ഈസ് ഈക്വൽ ടു 5 * 6 ദാറ്റ് ഇസ് 30 വിൽ ബി ദ റിസൾട്ട്. ഓക്കെ, then in Java there are mainly 3 types of arguments നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ദ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, ദെൻ നോ ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ, ദെൻ പാരാമീറ്ററൈസ്ഡ് constructor. Okay, in Java these constructors are categorized into 3, that is default constructor, no argument constructor, then parameterized constructor. In the case of C++, it is categorized into default constructor, then parameterized constructor and copy constructor. Okay, now we may go through each of them. First one is the default constructor. Default constructor is the constructor which doesn't take any argument. It has no parameters. Okay, so if a constructor does not take any argument, then we can say it is a default constructor. Okay, ഇപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ here this a, it's a default constructor കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ആർഗ്യുമെൻറ്റ്സോ പാരാമീറ്റേഴ്സോ ഒന്നുമില്ല. ദിസ് ഇസ് എ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൻ്റെ ഒരു കൺസ്ട്രക്ടർ, എ എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ടർ മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദിസ് ഇസ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. The constructor is called as soon as the object is created, which initializes its data members. If you do not define a constructor explicitly, the compiler will provide a default constructor implicitly. Then and its syntax is class name constructor definition. Okay, അപ്പം ആക്ച്വലി നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ റൺ ആകും. ഇപ്പം ഇംപ്ലിസിറ്റായിട്ട് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ റൺ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ പ്രൊവൈഡ് സം അതർ മെക്കാനിസംസ്.
So this is an example of default constructor. Here we have a class cube. Inside class cube I declared a variable side, and in the public sections I have declared the constructor. I have given the constructor cube. പ്രത്യേകിച്ച് ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. ക്യൂബിനകത്ത് ഞാൻ സൈഡ് ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ട് ബിക്കോസ് ദിസ് കൺസ്ട്രക്ട് ഈസ് നോട്ട് പാസിങ് എനി ആർഗ്യുമെൻറ്റ്സ്. ദെൻ മെയിനകത്ത് ക്യൂബ് സി, ദാറ്റ് ഈസ് ഐ ആം ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദിസ് ക്ലാസ്. ക്യൂബിൻ്റെ ഒരു ഒബ്ജക്റ്റ് സി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്യൂബിൻ്റെ സി ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇറ്റ് വിൽ റൺ ദിസ് സെഷൻ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ദിസ് കൺസ്ട്രക്റ്റ് ഗെറ്റ് എക്സിക്യൂട്ടഡ്. എന്നിട്ട് സൈഡിൻ്റെ വാല്യൂ എന്ത് കൊടുക്കും? 10. ദെൻ സി ഔട്ട് സി ഡോട്ട് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ പ്രിൻറ്റ് 10. ഓക്കെ, നെക്സ്റ്റ് ഇസ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്റ്റർ. Parameterized constructor are the constructor with the parameters. If a constructor may hold parameters, then it is termed as parameterized constructor. Using this constructor, you can provide different values to data members or different objects by passing the appropriate values of arguments. അപ്പോൾ നമുക്ക് പല ഒബ്ജക്റ്റിൻ്റെ പല ഡേറ്റ മെമ്പേഴ്സിന് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്റ്റർ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ദ കൺസ്ട്രക്റ്റർ ദാറ്റ് ക്യാൻ ടേക്ക് ആർഗ്യുമെൻറ്റ്സ് ആർ കോൾഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്റ്റർ. C++ permit us to achieve this object by using arguments to the constructor function when the objects are created. So this is an example of parameterized constructor. That is, here we have a class cube, and in the public section I have declared a variable, and then this is a constructor. This constructor and this is a parameterized constructor. Why? Because this constructor is passing an argument x. Then side is equal to x. നമ്മൾ എന്താണ് ഇവിടെ പാസ് ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും ഇവിടെ സൈഡിന് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ മെയിൻ ക്യൂബ് C1 10 means what? Cube is the name of the class. Okay, cube C1 means we are creating an object is C1 and we are passing a parameter 10. അപ്പം ആക്ച്വലി ഇതാണ് this one get executed. That is എക്സിൻ്റെ വാല്യൂ എന്താ? ആദ്യം സൈഡിൻ്റെ വാല്യൂ 10 ആയിട്ട് മാറും. Then cube C2 20 means again we are executing this one and സൈഡിൻ്റെ വാല്യൂ gets changed to 20. Then C1 C3 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്ത് സൈഡിൻ്റെ വാല്യൂ 30. ഓക്കെ, വൈൽ ഐ എം പ്രിൻറ്റിങ് C1 C2 C3 ഇറ്റ് വിൽ പ്രിൻറ്റ് 10 20 and 30. Okay, so this is a parameterized constructor, means we are passing a parameter to the constructor. In order to initialize various data elements of different objects with a different value when they are created, C++ permit us to achieve this object that can take arguments are called parameter constructor. This ഈ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ നമ്മൾ 3 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തു, C1 C2 C3. ആ 3 ഒബ്ജക്ട്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 3നും 3 ഡിഫറെൻറ്റ് വാല്യൂസ്. C1 has the value 10, C2 has the value 20 and C3 can hold the value 30. This is made possible by using this parameterized constructor. Again another example, here IOStream.h, then class rectangle. The private section I have provided two variables length and breadth, and the public sections I have provided a constructor rectangle and one constructor കൊടുത്തു with the two parameters. So this is a parameterized constructor, int a and int b. Then എയിൽ എന്ത് വാല്യൂ ആണോ അത് ലെങ്ത് ആയിട്ട് എടുക്കും, ബിയിൽ എന്ത് വാല്യൂ ആണോ ഹോൾഡ് ചെയ്യുന്നത് അത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കും. ദെൻ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് സ്റ്റാർ ബ്രെഡ്ത്ത്, ദെൻ ഇറ്റ് വിൽ പ്രിൻ്റ് ഔട്ട്. ഓക്കെ, then in the main I am calling this, I am creating ആദ്യം എന്ത് ചെയ്യുന്നു? റെക്റ്റാങ്കിളിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് R1 ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് ഐ എം പാസിങ് ടു വാല്യൂസ് 5 and 6. ഓക്കെ, അപ്പോൾ നേരെ ഇങ്ങോട്ട് വരുന്നു. ദെൻ 5 എന്ന് പറയുന്ന ലെങ്ത് ആയിട്ട് എടുക്കും, 6 എന്ന് പറയുന്ന ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കും. ഓക്കെ, then ഏരിയ വെയിറ്റ് ദെൻ റെക്റ്റാങ്കിൾ R2 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എയ്ക്കകത്ത് അനദർ ഒബ്ജക്റ്റ്, ഐ എം ക്രിയേറ്റിംഗ് അനദർ ഒബ്ജക്റ്റ്. അപ്പോൾ R1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ ലെങ്ത്തിന് 5 ഉണ്ട്, ബ്രെഡ്ത്തിന് 6 ഉണ്ട്. ദെൻ ഐ എം ക്രിയേറ്റിംഗ് അനദർ മെമ്മറി ലൊക്കേഷൻ ഫോർ R2. R2ന് മറ്റൊരു മെമ്മറി ലൊക്കേഷനിൽ ലെങ്ത് എന്ന് പറയുന്നത് 7ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 8ഉം ആണ്. നൗ ഐ ആം കോളിംഗ് R1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ത് കോൾ ചെയ്യുന്നു? ദിസ് ഏരിയനെ കോൾ ചെയ്യുന്നു. ദെൻ ഇറ്റ് വിൽ റിസൾട്ട് its area is 5 star 6, that is 30. Then R2 again calling area. So R2 length is 7 and breadth is 8 and its area will printed as 56. So 30 and 56 will be the answer of this particular program. Next is copy constructor. Copy constructor is a constructor that create a new object using an existing object of the same class.
എന്നുവെച്ചാൽ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ എങ്ങനെയാണ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റിനെ ആ ഒബ്ജക്റ്റിനെ വെച്ചും കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് കോപ്പിയിങ് മാത്രമാണ് അവിടെ ചെയ്യുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. Copy construct is a constructor that create a new object using an existing object of the same class. സെയിം ക്ലാസ്സിനകത്ത് തന്നെയാണ്. ആൻഡ് ഇനിഷ്യലൈസ് ഈച്ച് ഡേറ്റ മെമ്പേഴ്സ് ഓഫ് ന്യൂലി ക്രിയേറ്റഡ് ഒബ്ജക്റ്റ് വിത്ത് കറസ്പോണ്ടിങ് ഡേറ്റ ഓഫ് ദി എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റ് പാസ്ഡ് ആസ് ആർഗ്യുമെൻറ്റ്. അപ്പം ഓൾറെഡി ഒരു ക്ലാസ്സിൽ തന്നെ ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് വെച്ചും കൊണ്ട് തന്നെ അനദർ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ആദ്യത്തെ ഒബ്ജക്റ്റിലെ വാല്യൂസ് തന്നെയാണ് ഞാൻ രണ്ടാമത്തെ ഒബ്ജക്റ്റിലും കൊടുക്കുന്നത്. ഇതിനെയാണെന്ന് പറയുന്നത് ജസ്റ്റ് കോപ്പി കൺസ്ട്രക്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒബ്ജക്റ്റിലെ സെയിം കണ്ടൻറ്റ് തന്നെ സെക്കൻഡ് ഒബ്ജക്റ്റിൽ ഞാൻ പ്ലേസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ബൈ മീൻസ് ഓഫ് കോപ്പി കൺസ്ട്രക്റ്റ്. ഓക്കെ, since it create a copy of an existing object is called copy constructor. These are special type of constructor which take as an object as arguments and used to copy value of data members to have one object into another object. This is an example of copy constructor. Okay, so I have a class C. Inside class I have declared a variable, class counter. I have declared a variable C. Then in the public sessions I have given the construct of this counter, and it's a parameterized constructor. Why? Because this construct is passing an argument. Okay, so it is single parameterized constructor. Then C is equal to A means what? C is equal to A means what? I am copying this A to C. Okay, then counter of ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ ഏതാണോ അത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇതിനാണ് എന്തെന്ന് പറയുന്നത്, ദിസ് ഈസ് ദ കോപ്പി കൺസ്ട്രക്റ്റർ. കോപ്പിയിങ് ദ ഓൾറെഡി എക്സിസ്റ്റിംഗ് എയുടെ സെയിം കാര്യം തന്നെ ഞാൻ എങ്ങോട്ട് കൊടുക്കുന്നു, ഈ സിക്കകത്തോട്ട് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ദെൻ വോയിഡ് ഷോ, ദെൻ സി പ്രിൻറ്റ് ചെയ്യുന്നു. വോയിഡ് മെയിനകത്ത് ആദ്യമേ ഐ എം കോളിങ് കൗണ്ടർ C1 10. ഇപ്പോൾ നേരെ കൗണ്ടർ C1 10 ഇങ്ങോട്ട് വരുന്നു. കൗണ്ടർ C2 C1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ദിസ് വൺ ഗെറ്റ് ആക്ടിവേറ്റ് എന്ന് പറയുമ്പോൾ അവിടെയും എന്ത് തന്നെയാണ്, അവിടെയും ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പം രണ്ട് ഷോയിലും C1.show ആയാലും C2.show ആയാലും ബോത്ത് ഓഫ് ദം ഹോൾഡ് ദ വാല്യൂ 10 ആയിരിക്കും ഇതിനകത്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഡിസ്ട്രക്ടർ. It is also a member function having the same name as that of the constructor, but it is provided by a tilde symbol. The E symbol ആണ് tilde symbol എന്ന് പറഞ്ഞാൽ, and is executed automatically when object of a class is destroyed. Okay, അപ്പം ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു മെമ്പർ ഫംഗ്ഷനാണ് ദ ഡിസ്ട്രക്ടർ. ഡിസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഹാവ് ദ സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ദി ക്ലാസ് വിത്ത് എ tilde symbol. ഒരു tilde സിമ്പലും കൂടെ അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്, എൻ്റെ മെമ്മറി കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ ഡിസ്ട്രക്ടർ ഫംഗ്ഷൻ ഇസ് കോൾഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ ഒബ്ജക്റ്റ് ഗോസ് ഔട്ട് ഓഫ് സ്കോപ്പ്. ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഫംഗ്ഷൻ എൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എ ബ്ലോക്ക് കണ്ടെയ്നിങ് ടെമ്പററി വേരിയബിൾസ് ആൻഡ് ഓർ എ ഡിലീറ്റ് ഓപ്പറേറ്റർ ഈസ് കോൾഡ്. ഈ ടൈമിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ട്രക്ടേഴ്സിനെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഡിസ്ട്രക്ടർ വിൽ ഹോൾഡ് ദ സെയിം നെയിം ആസ് ഓഫ് ദി ക്ലാസ് name, but it should be preceded with a tilde function. Okay, and it is executed automatically when a object is destroyed. Then these are the key points while defining a destructor. A destructor has same name as that of the class to which it belongs, preceded by the tilde signal sign. Then a destructor executed automatically whenever the object is destroyed. A destructor doesn't have a return type, not even void or no argument. There is only one destructor in a class. ഒരു ക്ലാസ്സിൽ ഒരു ഡിസ്ട്രക്ടർ മാത്രമേ വരാവുള്ളൂ. If you don't provide a destructor of your own, then the compiler generated default destructor. നമ്മൾ പ്രോഗ്രാമിൽ ഇപ്പോൾ യൂസർ ഒരു ഡിസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ എന്ത് ചെയ്യും, ഡിഫോൾട്ട് ഡിസ്ട്രക്ടർ റൺ ചെയ്യും. എ ഡിസ്ട്രക്ടർ ക്യാൻ ബി യൂസ് ടു ഡിഅലോക്കേറ്റ് മെമ്മറി ഓഫ് എൻ ഒബ്ജക്റ്റ് ആൻഡ് ഡിക്ലെയർ ഇൻ ദ പബ്ലിക് സെഷൻ. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി ദിസ് ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റ് നമുക്ക് യൂസ് ഇല്ലാതാകുമ്പോൾ അത് അലോക്കേറ്റ് ചെയ്ത സ്പേസിനെ ഡിഅലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരൊറ്റ ഡിസ്ട്രക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിസ്ട്രക്ടറിൻ്റെ നെയിം എന്ന് പറയുമ്പോൾ സെയിം ആസ് സെറ്റ് ഓഫ് ദി ക്ലാസ് നെയിം ഫോളോഡ് അല്ല, പ്രിസീഡഡ് ബൈ എ tilde.
And next is the syntax or need for destructor to deinitialize the object when they are destroyed, to clear the memory space occupied by a data member. And this is a syntax. Let a class, and the name of the class is class name, and in the public session I have given the destructor should have the same name as that of the class. But the class name is class name ആണ്. അപ്പോൾ ഇവിടെ class name and it is preceded by a tilde this symbol കൂടെ ഉണ്ടായിരിക്കണം. This is an example of destructor, that is hash include iostream.h, hash include conio.h. Then class counter, inside class counter I had declared a variable id, and in the public session I have given the constructor counter int I. This is a constructor alle class in the same name thannaanu counter, and it is having a argument, so it is a parameterized constructor. Then id equal to I, then cout construct of the object with id I, then അതിന് ശേഷം ഞാൻ ഈ കൺസ്ട്രക്ടർ ക്ലോസ് ചെയ്തിട്ട് then destructor, how it acts as a destructor because it is having the same name as that of the class, and it is preceded by a tilde symbol. Okay, inside the destructor I have given a cout. Okay, now just എന്താണ് ഞാൻ counter c1 1 means what counter c1 എന്ന് പറയുമ്പോഴത്തേക്ക് here creating an object c1, and it will automatically execute this constructor, and 1 ഐഡിയിൽ എന്ത് കൊടുക്കും 1 കൊടുക്കും. ഓക്കെ, ദെൻ കൗണ്ടർ c2, ദെൻ കൗണ്ടറിൻ്റെ പുതിയൊരു ക്ലാസ് c2 എന്ന് പറഞ്ഞ ക്ലാസ് റൺ ചെയ്യുന്നു. ദെൻ അതിനകത്ത് ഐഡിയുടെ വാല്യൂ 2 പ്ലേസ് ചെയ്യും. കൗണ്ടർ c3 ക്രിയേറ്റിംഗ് എ ന്യൂ ഒബ്ജക്റ്റ് c3 ആൻഡ് ഇറ്റ്സ് ഐ ഡി വാല്യൂസ് goes to 3. Okay, then cout end of main get ch ക്ലോസ് ആയി കഴിഞ്ഞു. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് this one will get print. ആദ്യമേ construct of object with id 1, construct object with id 2, construct of object with id 3, then means ദാണ്ടേ counter c1 of 1 നേരെ ഇങ്ങോട്ട് വരുമ്പം ആ ഐ ഡി 1 ആകുന്നു. അവിടെ തന്നെ ഒരു cout ഉണ്ട് കേട്ടോ, കൺസ്ട്രക്ട് ഒബ്ജക്റ്റ് ഐ ഡി വിത്ത് ഐ ഡി ഈക്വൽ ടു 1. അടുത്ത c2 കോൾ ചെയ്തപ്പോഴത്തേക്ക് കൺസ്ട്രക്ട് ഒബ്ജക്റ്റ് വിത്ത് ഐ ഡി 2, then construct object with id 3, then end of file കഴിയുമ്പോഴത്തേക്ക് get ch means we are coming to end it. അപ്പോൾ എന്ത് ചെയ്യും, it will automatically get executing this ഡിസ്ട്രക്ടർ എക്സിക്യൂട്ടർ. എന്നിട്ട് ആദ്യമേ ആരെ ഡിസ്ട്രക്ട് ചെയ്യും, ലാസ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത് 3. അപ്പം ഡിസ്ട്രക്ടർ വിത്ത് ഐ ഡി 3, then destructor with id 2, destructor with id 1. Okay, next is static data members. Each object of a class hold its separate copy of all the data members of the class which are not shared by different objects of the same class. Each object of a class hold its separate copy of all the data members of the class which are not shared by different objects of the same class. Means what, ഓരോ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്, ഈച്ച് ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് എന്നുവെച്ചാൽ ഒരു ക്ലാസ്സിൽ തന്നെ പല ഒബ്ജക്ട്സ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് കോപ്പീസ് ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. ഒരു ക്ലാസ്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൗണ്ടർ, ഇപ്പോൾ കൗണ്ടർ എന്ന് പറഞ്ഞ ക്ലാസ്, ഇപ്പോൾ കൗണ്ടർ c1, കൗണ്ടർ c2, കൗണ്ടർ c3 മീൻസ് വാട്ട്, c1 എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ്, c2 എന്ന് പറഞ്ഞാൽ അനദർ ഒബ്ജക്റ്റ്, c3 എന്ന് പറഞ്ഞാൽ അനദർ ഒബ്ജക്റ്റ്. ഓരോ ഒബ്ജക്ട്സും എന്ത് ചെയ്യും, അവരോട് വാല്യൂസ് സെപ്പറേറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യും. ഇഫ് ദേ ആർ നോട്ട് ഷെയറിങ്, അവർ വേറെ ആരും ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ. അപ്പം ഈച്ച് ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ് ഹോൾഡ് ഇറ്റ്സ് സെപ്പറേറ്റ് കോപ്പി ഓഫ് ഓൾ ദി ഡേറ്റ മെമ്പേഴ്സ് ഓഫ് ദി ക്ലാസ് വിച്ച് ആർ നോട്ട് ഷെയർഡ് ബൈ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഓഫ് ദി സെയിം ക്ലാസ്. അപ്പോൾ സെയിം ക്ലാസ്സിൽ തന്നെ വേറെ ആരും ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, സെപ്പറേറ്റ് കോപ്പീസ് ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. എ സ്റ്റാറ്റിക് ഡേറ്റ മെമ്പർ ഈസ് എ ഡേറ്റ മെമ്പർ ദാറ്റ് ഗെറ്റ്സ് മെമ്മറി ഓൺലി വൺസ് for the whole class no matter how many objects of a class are created. Okay, അപ്പോൾ സ്റ്റാറ്റിക് ഡേറ്റ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ക്ലാസ്സിന് അത് ഒറ്റ ടൈമിൽ മാത്രമേ അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്തുള്ളൂ. ആ ക്ലാസ്സിന് എത്ര ഒബ്ജക്ട്സ്
ക്രിയേറ്റ് ചെയ്താലും. ഓക്കെ, സോ എ സ്റ്റാറ്റിക് ഡാറ്റ മെമ്പർ ഈസ് എ ഡാറ്റ മെമ്പർ ദാറ്റ് ഗെറ്റ്സ് മെമ്മറി ഓൺലി വൺസ് ഫോർ ദി whole ക്ലാസ്, no matter how many objects of the class are created. This common copy is shared by all the objects of its class. ഇത് ആകെ ഒരൊറ്റ ഡാറ്റ മെമ്പറേ ഉണ്ടാവുള്ളൂ. ആ ഡാറ്റ മെമ്പറിനെ തന്നെ ആ ക്ലാസ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും എന്ത് ചെയ്തോണം, ഷെയർ ചെയ്ത് എടുത്തോണം. ദ സ്റ്റാറ്റിക് മെമ്പേഴ്സ് ആർ ഡിഫൈൻഡ് ആൻഡ് ഡിക്ലെയർഡ് സെപ്പറേറ്റ്ലി because the normal data members get this memory corresponding to their object. The static data members which are not associated with any objects need to be defined explicitly outside the class. So this is the syntax for static data members: class name, then static data type data member, then അതിൻ്റെ പുറത്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റ ടൈപ്പ്, ക്ലാസ് നെയിം, ഡാറ്റ മെമ്പേഴ്സ്, ദെൻ ഇനിഷ്യൽ വാല്യൂസ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റാറ്റിക് ഡാറ്റ മെമ്പേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.